ഹലോ ഗൈസ് ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അട പായസം ഉണ്ടാക്കണമെങ്കിൽ നോക്കാം. നമുക്ക് ആദ്യം തന്നെ അട വേവിക്കണം. ഇത് ചവ്വരി വേവിക്കണം. അട വേവിക്കണം കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണേ. ഇത് ഞാൻ ഒരു തേങ്ങ മൊത്തം എടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഫസ്റ്റ് കോക്കനട്ട് മിൽക്ക് മാറ്റി വയ്ക്കുക. സെക്കൻഡ് കോക്കനട്ട് മിൽക്ക് ആദ്യം ഉപയോഗിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഇച്ചിരി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ശർക്കര എടുത്തു, വെള്ളത്തിട്ട് ചൂടാക്കിയിട്ടുണ്ട്, അത് കുറുക്കിയെടുത്തു. അത് റെഡിയാവുന്ന നേരം കൊണ്ട് ഞാൻ അട ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു, അത് വെന്തിട്ടുണ്ടായിരുന്നു. അടുത്ത് ഞാൻ നെയ്യ് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് അട ഒന്ന് വരട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അത് കുറച്ച് വഴുവഴുന്നൊരു ടെക്സ്റ്റിലാകുമ്പോൾ നിങ്ങൾ നിർത്തിയാൽ മതി കേട്ടോ. അതിലേക്ക് ഇളക്കി കൊടുക്കണം, അടിയിൽ നിന്ന് പിടിക്കാതെ സൂക്ഷിക്കണം കേട്ടോ ഗൈസ്. ഇതിലേക്ക് ഇനി നമുക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം. നല്ല മണം കേട്ടോ ശർക്കര പാനി വയ്ക്കുമ്പോൾ തന്നെ. ഇനി ചവ്വരി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് പിന്നെ നെയ്യ് ഇട്ടിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് സെക്കൻഡ് കോക്കനട്ട് മിൽക്കാണ്. ഫസ്റ്റ് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കുറുകി വന്നപ്പോഴേക്കും. ഇത് നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത് ഇട്ട് കൊടുത്തു. ഇങ്ങനെയാണ് കിട്ടിയത് എനിക്ക് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ, തീർന്നു. ഞാൻ ഇത് കഴിച്ചത് പായസവും ബോളിയും പിന്നെ പപ്പടമായിട്ടാട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.